നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നന്ദികേശ് ഗ്രാമം എന്നറിയപ്പെടുന്ന നൂർനാട് പടനിലത്താണ്. നൂർനാട് പടനിലവുമായി ബന്ധപ്പെട്ട് നന്ദികേശ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, തലമുറകളായിട്ട് ശില്പനിർമ്മാണ രംഗത്ത് തങ്ങളുടെ വൈദഗ്ധ്യം മറ്റുള്ളവർക്ക് മുന്നിൽ അവരുടെ കഴിവുകളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു വിജയൻ എന്ന് പറയുന്ന ഒരു ശില്പിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നന്ദികേശൻ്റെ ശിരസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ് നമ്മളിന്ന് വിഷ്ണുവിൻ്റെ ഭവനത്തിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിലൂടെ തന്നെ കേട്ടറിയാം. അപ്പോൾ എന്താണ് വിഷ്ണു, കുറച്ച് ദിവസങ്ങളായിട്ട് താങ്കൾ നിർമ്മിച്ച ഒരു നന്ദികേശൻ്റെ ശിരസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അപവാദങ്ങൾ അല്ലെങ്കിൽ കുപ്രചരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണത്? താങ്കളുടെ ശില്പനിർമ്മാണത്തിലുണ്ടായ അപാകതയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ? ഇത് 2023 ആ ശിരസ് നിർമ്മിക്കുന്നത്. അത് തെന്മലയിൽ നിന്നാണ് നമ്മൾ തടി കണ്ടെത്തിയത്. തെന്മലയിൽ നിന്ന് തടി കണ്ടെത്തി നമ്മൾ പടനിലം ശ്രീഗണ മില്ലിൽ കൊണ്ടിടുകയും ആ സമയത്താണ് ആ കരയുടെ രക്ഷാധികാരി മനക്കൽ സോമൻ ചേട്ടൻ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തടി ഒരു 2 മാസത്തോളം കാലം മില്ലിൽ കിടന്നു, വെയിലും മഴയും കൊണ്ട് അവിടെ കിടന്നു. അതിനുശേഷമാണ് ആ തടി നമ്മളെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരികയും 2023 ഏപ്രിൽ 28 നമ്മളത് ഒളി കുത്തുന്നത്. അതിനുശേഷം 28 ഓണത്തേക്ക് വെറും 5 മാസം മാത്രമേ ഉള്ളൂ. അവർ പറയുന്ന പോലെ 16 അടി നീളമുള്ള ശിരസല്ല, 10.25 അടി നീളമുള്ള ശിരസാണ് നമ്മൾ പണിഞ്ഞു കൊടുത്തത്. അപ്പോൾ പണിത് നമ്മൾ ഭംഗിയായിട്ടെല്ലാം പണിത് കൊടുക്കുകയും പിന്നെ ഇപ്പം 4 വർഷം ആകുന്നു. 4ാമത്തെ 28 ഓണമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മളുടെ ജ്യേഷ്ഠൻ പ്രദീപിനെ ഇത് പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. എന്നെയും വിളിച്ചിരുന്നു. എനിക്കൊന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടത് വളരെ വേദനാജനകമായ കാര്യമാണ്. തുറസായ സ്ഥലത്ത് ഒരു സ്റ്റാൻഡിൽ അത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തറയിലെല്ലാം വെള്ളം കിടപ്പുണ്ട്. സൈഡിൽ നിന്ന് ഇറച്ചിരി വെള്ളം വീണ് കളത്തെല്ലാം മൊത്തം നനഞ്ഞ് പട്ടിൽ കൂടി വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നമ്മളത് കണ്ട് അപ്പോൾ അവിടുത്തെ വീട്ടുടമസ്ഥയാണ് ആ പട്ടെടുത്ത് മാറ്റുകയും അപ്പോഴാണ് ഇത് നിറച്ചിൽ കൂണുകൾ കിളിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അവർ ചോദിച്ചു നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് റീപെയിൻറ്റ് ചെയ്ത് നമ്മൾ തന്നെ എല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് അവർ വീണ്ടും വിളിച്ചിട്ട് ഇന്നപോലെ വീഡിയോ ഒക്കെ ഓണാക്കി അവർ നമ്മളെ ആ പൊടിഞ്ഞ ഭാഗമെല്ലാം കുത്തി ഇളക്കിയിട്ട് നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അവർ ശ്രമിച്ചത്. അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ ഇനി ഇവിടെ പണിയിക്കില്ല, നിങ്ങൾക്ക് ഇനി ഒരു വർക്കും തരാത്ത രീതിയിൽ ഞങ്ങൾ പണി തരും, എല്ലാ ചാനലും കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പിന്നെ അതുമായിട്ട് ഇങ്ങി പോരുകയും ചെയ്തു. പിന്നാണ് അന്ന് രാത്രിയിലാണ് ഇവർ യൂട്യൂബിൽ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും നമ്മളെ സാമൂഹ്യ മാധ്യമത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തത്. ഇതിപ്പം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ അപ്പൂപ്പന്മാരായിട്ട് ഇത് തുടങ്ങിയ പരിപാടിയാണ്. അപ്പൂപ്പൻ 1958 കേരള സംസ്ഥാനത്തിൻ്റെ ഇതിൽ ഡൽഹിയിൽ 1958 ഡൽഹിയിൽ പോയി പവലിയൻ ഉണ്ടാക്കി അതിൽ 1ാം സമ്മാനം ലഭിക്കുകയും ഇതിൻ്റെ 1ാം സ്ഥാനം ലഭിക്കുകയും അത് നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന് പതക്കവും പൊന്നാടയെല്ലാം ലഭിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ EMS അനുമോദിക്കുകയും അദ്ദേഹം പടനിലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനൊരു മാന്ത്രികപ്പെട്ടി ഉണ്ടാക്കി നൽകുകയും ചെയ്തതാണ് എൻ്റെ അപ്പൂപ്പൻ. അതിനുശേഷം എൻ്റെ അച്ഛൻ, ചിറ്റപ്പൻ, ഞങ്ങളെല്ലാവരും ഈ തൊഴിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത്. എത്ര വർഷക്കാലമായി ഇത്? ഞാനിപ്പം 7 വർഷമായി ഇതിലിറങ്ങിയിട്ട്. ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ അച്ഛനായിരുന്നു വിജയനാശാരിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ മരണശേഷം ആണ് ഞാനിതിൽ ഏറ്റെടുക്കുന്നത്. ഞാൻ വിദേശത്തായിരുന്നു 6 വർഷത്തോളം കാലം. അപ്പം പെട്ടെന്ന് അച്ഛൻ മരിക്കുകയും അച്ഛൻ ഏറ്റെടുത്ത കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു, അത് തീർത്ത്
ഇതൊക്കെ അതിന് മുമ്പേ പഠിച്ചിരുന്നോ ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ കൂടെ പോയുള്ള ചെയ്തും ഉള്ള ഇത് വെച്ച് നമ്മൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് 3-4 ജോഡി പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അപ്പം മരിക്കുന്നത്. അതിനുശേഷം അച്ഛൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനത് ബാലൻസ് പണിയെല്ലാം ചെയ്ത് തീർത്ത് കൊടുക്കുകയും അതിനുശേഷം മറ്റു കരകളിൽ നിന്ന് ഓർഡർ വരികയും നമ്മളത് ചെയ്ത് അങ്ങനെയാണിത് വീണ്ടും ഗൾഫിന് പോകാതെ നമ്മൾ തിരിച്ച് ഇതിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് എടുത്തു പറഞ്ഞ ഒരു പേരാണ് പ്രദീപ് എന്ന് പറയുന്ന പേര്. അദ്ദേഹത്തിനെതിരെയും ഒരുപാട് അപവാദങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്നാണ് നമ്മൾ ഇനി ചോദിച്ചറിയാൻ പോകുന്നത്. എന്താണ് ചേട്ടാ അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണു ഗൾഫിലായിരുന്നു. ഇപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ ഫാദർ വെച്ചിട്ട് 5 വർഷമായി. ഇപ്പം ഞങ്ങളുണ്ടായിരുന്നു വർക്ക് 10-30 വർഷമായിട്ട് മാമനും ഞാനും കൊണ്ടാണ് വർക്ക്. പുള്ളി ഒരു അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിക്കുമായിരുന്നു. അപ്പോൾ ഈ 18 വർഷമായി അവരുടെ ആദ്യത്തെ കാളെ പണി. അപ്പം ഞങ്ങളുണ്ടാണ് കാളെ പണിഞ്ഞ് കരയ്ക്ക് കൊടുത്തത്. അന്ന് തൊട്ട് അവിടുത്തെ രക്ഷാധികാരി മണിക്കൽ സോമൻ ആധാരമെടുത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആധാരമെടുത്ത് പുള്ളി ഞങ്ങളുടെ ഒരു കുടുംബമായിട്ട് അപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 20 കരക്കാരോളം ഒച്ചറ നമ്മൾ കാളെ പണിഞ്ഞിട്ടുണ്ട്. പുതുപ്പള്ളിക്കരയുണ്ട്, കൊച്ചുമുറി തെക്കുണ്ട്, കൊച്ചുമുറി വടക്കുണ്ട്, പിന്നെ നെക്കനാലുണ്ട്, കാപ്പിലെ മുത്തം കരയുണ്ട്. ഇങ്ങനെ ഒച്ചറ അവരെ കരയാനല്ല 10-20 കരയോളം ആലുംപീടിയ പൗരസമിതി ഇങ്ങനെ കരകൾ ഒത്തിരിയും പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തൊട്ട് യുവനസമിതിയുടെ പിള്ളേർ ഈ തന്തമാർ പിള്ളേർ കാളെ ഞങ്ങളുടെ പണിഞ്ഞു കൊടുത്തത്. ഇപ്പോൾ കാല കറുത്ത് വെച്ചിട്ട് തടി പണിയാനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പണിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കൊച്ചുമുറി കാളയുടെ കുറ്റിക്കാലൊക്കെ അവിടെ 4 പേര് പണിയുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നമ്മൾ ഓത്തറക്കറ്റത്തിൽ അവിടെ സൈറ്റ് അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പം മാവനെ പരിച്ച് കഴിഞ്ഞ് പിന്നെ പുള്ളി വന്ന് ഞങ്ങൾ ഇവിടെ കുറേ പണികളുണ്ടായിരുന്നു. വിഷ്ണു അത് ഞങ്ങൾ എന്നോട് ബാക്കിയെല്ലാം തീർത്ത് കൊടുത്ത് പിന്നെ മാമനെ കൊച്ചിലോട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം പഠിച്ചു പഠിപ്പിച്ച് പണിയെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ഞങ്ങളോട് ഇങ്ങനെ പോകുന്നു. അവൻ ഇവിടുത്തെ പണി ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ബാക്കി തടിയും കരക്കാരെല്ലാം ബന്ധപ്പെടുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെയാണ് ഇവർ ഈ തടി പിന്നെ ഇവർ ഭാഗത്ത് തല പൊടിഞ്ഞു പോയി. അപ്പം 4 ബുക്കുകാർക്ക് കാളെ വിൽക്കാൻ ഏർപ്പാടായി. ഇപ്പം അവർ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഉല്ലാസം എന്ന് പറയുന്ന ഒരു പാർട്ടി കരയിലുള്ള ആരോഗ്യമായിട്ട് കരക്കാരെ വിളിച്ച് കണ്ടു. ഇപ്പം നമ്മൾ പറഞ്ഞ അവർക്ക് കാളെ ആവശ്യമുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ നേരിട്ട് ഇരട്ടോളം നടത്തി അവർ കാളെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവർക്ക് എടപ്പവും കരയിൽ നമ്മളെ ഭരണസമിതിയുടെ പ്രസിഡന്റ് വന്ന് അവരുടെ കരയിലെ കാളെ ഇതോട് വിൽക്കുക വലിയ ലൈൻ്റെ പ്രശ്നം കൊണ്ട് വിൽക്കാൻ നിർത്തുമ്പോൾ ഇതങ്ങനെ ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇവർ വന്ന് അത് മേടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഈ തല ചെറുപ്പമാണെന്നും പറഞ്ഞ് കാളെ ആ വർഷം തന്നെ കാളെ വലുതാക്കി ഒരു 10-45 അടി പൊക്കത്തിൽ ഹൈറ്റ് ഞാൻ തന്നെയാണ് റെഡിയാക്കി കൊടുത്തത്. അത് കഴിഞ്ഞ് ഈ തല കൊടുത്തപ്പോൾ തല ചേർത്തില്ല. അടുത്ത വർഷം ഇവർ പറഞ്ഞ് നമുക്ക് പുതിയ തല പണിയണം. ഈ മനക്കലും കമ്മിറ്റിക്കാരോട് തീരുമാനിക്കുന്നു. ഈ തല കൊടുത്ത് എത്ര പൈസ കിട്ടുന്നു ആ പൈസയ്ക്ക് നമുക്ക് പിന്നെ തടിയെടുത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ തല കച്ചവടത്തിന് വെക്കുന്നു. പുള്ളി തന്നെയാണ് ഇത് നിർത്തി അവരെടുത്ത് പുള്ളി തന്നെയാണ് രക്ഷാധികാരിയാണ് നേതൃത്വം വഹിക്കുന്നത്. അങ്ങനെ ഞാനും പുള്ളി ഈ 3-4 ദിവസം ഈ വീഡിയോക്കകത്ത് പറഞ്ഞ ഒരു പാർട്ടിയാണ് കറുത്ത രക്ഷയുണ്ട്. പുള്ളി ഞങ്ങൾ 3 പേരാണ് തെന്മല പോകുന്നത്. തെന്മല പോയി തടിയുണ്ട്. തടി കണ്ടിട്ട് ഒരു തടി നമുക്ക് കൊള്ളാം അവിടെ റേഞ്ചിലിട്ടേക്കുന്നത് 4 സ്റ്റാർ റേഞ്ചിലിട്ട്. അവർ ഇപ്പോൾ അവിടുത്തെ സാർ നമ്മുടെ കമ്പനിക്കാരനാണ്. പുള്ളി എന്നോട് പറഞ്ഞു പ്രദീപ് അടുത്തൊരു തടി നമ്മൾ റെയിൽവേനെ വിട്ടുന്നുണ്ട് 1 മാസം അതുകൂടെ കണ്ടിട്ട് വെട്ടി വരും. അത് കണ്ടിട്ട് നമുക്ക് 2 മുറികൾ ഒന്നിച്ചില്ല എല്ലാത്തിനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. 2 ആഴ്ച ഇവർ വിളിച്ച് വീണ്ടും ഞങ്ങൾ പോകുന്നു. ആ തടി നമുക്ക് ഒരു 145 വണ്ണം കൂടുതലാണ് നമുക്ക് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ ഇവർ തന്നെ പോയി. ഞാൻ പിന്നെ പോയില്ല. തടി ലേലം എടുത്ത് ഇവിടെ പടവെടുത്ത് ശ്രീകണ്ഠം മില്ലിൽ കൊണ്ടിട്ടു. മില്ലിൽ എന്നിട്ട് തീയതി എടുത്തു. അത് കൊണ്ടുവന്ന് 5ാമത്തെ ദിവസം തടി ഇറപ്പുകളും പുള്ളി തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു പ്രദീപ് ക്രെയിനും കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തു നമ്മൾ തടി ഇറക്കാൻ വരുമോ 5-ാം തീയതി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മില്ലിൽ ചെന്ന ആൾക്കാരെല്ലാം ഏർപ്പെടുത്തി ക്രെയിനും വിളിച്ചെല്ലാം ഏർപ്പാടാക്കി. അത് കഴിഞ്ഞ് വരുന്നതിന്റെ തലേ ദിവസമാണ് പുള്ളി വണ്ടി ആക്സിഡന്റ് ഓച്ചർ വെച്ചുള്ള വലിയ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിറങ്ങുകയും അവിടെ വെച്ച് പുള്ളി ആക്സിഡന്റ് ആയിട്ട് മരിക്കുകയാണ് ഈ തടി ഇറക്കുന്ന ദിവസം. അപ്പം തടി ഇറക്കാൻ മരിച്ചിട്ട് പുള്ളി മരിച്ചല്ലോ. അവിടുന്ന് ഈ കരക്കാർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു ഫോൺ മാത്രം കായംകുളം പോലീസിന്റെ കയ്യിലുണ്ട് ഫോണിനും. അങ്ങനെ ഇവർ ഈ ഫോൺ സെർച്ച് ചെയ്തപ്പം അന്ന് രാവിലെ തൊട്ട് 21 കോൾ വിളിച്ചേക്കുന്നത് എന്നെയാണ്. അങ്ങനെ അതും പ്രകാരം അവരെന്നെ വിളിച്ചു ഈ പോലീസുകാർ. ഈ കരക്കാരെ അറിയുന്ന ആക്സിഡന്റ് നടന്നുണ്ട്. അപ്പോൾ എന്നെ വെച്ചെന്തോ ഞാൻ പറഞ്ഞുകൊണ്ട് മനക്കൽ സോമൻ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് നമ്മുടെ സുഹൃത്താണ് ഒച്ചറയുള്ള. ഞാൻ കാളയൊക്കെ പഠിക്കുന്നത് പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർ കാളത്തിലൂടെ തടി ഇറക്കാൻ രാവിലെ തൊട്ട് ക്രെയിൻ്റെ കാര്യത്തിനൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ തൊട്ട് ഞങ്ങൾ ഒരു 10-30 കോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ സംശയം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തന്നെ മേശ്ശേരി തന്നെ വിളിച്ചു സാർ പറഞ്ഞു മേശ്ശേരി ഇത് നമുക്ക് മേശ്ശേരിയെ കൂടുതൽ വിളിച്ചുകൊണ്ട് ഈ നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടി നോട്ട് ചെയ്ത് വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉടൻ തന്നെ നമ്പർ കൊടുത്തു. അപ്പോൾ പുള്ളിയുടെ മോൻ നമ്പർ ഉണ്ടായിരുന്നു. അതെ പുള്ളിയുടെ നമ്പർ കൊടുത്തു. അവരോട് തന്നെ പുള്ളിയെ കോൺടാക്ട് ചെയ്തു. അപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ അങ്ങനെ അറിഞ്ഞ് കരുനാപ്പള്ളി ആശുപത്രിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു. അതെ അങ്ങനെയാണ് കരക്കാർ പോലും അറിയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് പുള്ളിയുടെ അടക്കത്തിന് നമ്മൾ പോയി. അടക്കത്തിന് പോയി വലിയ സഞ്ചാരത്തിന് പോയി. ഞാൻ
ജനതന് പോയി അവിടെയും ബന്ധപ്പെട്ട് കരക്കാർ മൊത്തം ഉണ്ട്, അവിടെ കാര്യങ്ങൾ പറഞ്ഞ് അന്നേരം അവിടെ വെച്ചാണ് ഈ തല വിറ്റ പൈസയൊക്കെ പുള്ളിയുടെ കയ്യിലാണ്. അങ്ങനെയാണ് പുള്ളിയുടെ മോനോട് പറഞ്ഞ് തല വിറ്റ പൈസ കരക്കാർക്ക് 2 പേർക്ക് അവർ പുറത്ത് പറയത്തില്ല, അറിയാതിരുന്നപ്പോ ഈ 2 ലക്ഷം രൂപ പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് ഞാനാണ് പുള്ളിയുടെ മോൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം മോൻ പറഞ്ഞു ഒരു മോനെ ഗൾഫിലായിരുന്നു, അവൻ വന്നിട്ടുണ്ട്, മറ്റേ ആധാരത്തിൽ കൂടെ നടക്കുമായിരുന്നു. പുള്ളി അങ്ങനെ പുറത്താരോടും പറയത്തില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് പിറ്റേ 10-5 ഞാൻ നോക്കട്ടെ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് എന്നെ രാത്രി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് 2 ലക്ഷം രൂപ കാളത്തല വിറ്റ പൈസ എടുക്കുന്നുണ്ട്, അതിൽ പോയ വഴിക്ക് വണ്ടിക്കൂലി ചിലവായതും മേശയ്ക്ക് കൊടുത്തതും എല്ലാം കൂടി ഇത്ര രൂപ ചിലവായിട്ട് ബാക്കി പൈസ അച്ഛൻ്റെ കയ്യിലുണ്ടെന്ന് ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ ഞാൻ പറഞ്ഞു തടി മില്ലി കിടക്കില്ലയോ, അത് കഴിഞ്ഞൊരു 16 കഴിഞ്ഞു, നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിചാരിച്ചു. 16 കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി, അവിടെ പോയിട്ട് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും സാധ്യതയുണ്ട് കാര്യം അത് നമ്മൾ സാധാരണ ഉണ്ടല്ലോ. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു നോക്കുന്നു, അവർ പറഞ്ഞു ഞങ്ങൾ കമ്മിറ്റിയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടട്ടെ. ഞാൻ പറഞ്ഞു പാലത്തടിയാണ്, ഈ മഴയെല്ലാം നനഞ്ഞോണ്ടിരിക്കുകയാണ്, മില്ലി കിടക്കുന്നത്, നമുക്ക് അവിടെ ചെന്ന് മില്ലി ടാർപ്പിടാൻ പറ്റുമോ? മില്ലി കിടക്കുമോ, ടാർപ്പിടാണ്. അത് പറഞ്ഞു 2.5 മാസം കഴിഞ്ഞപ്പോൾ മില്ലുകാരനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി. ഈ തടി ഇറക്കുന്നത് നിങ്ങളെല്ലാം തടി കൊണ്ടുവന്ന് നശിപ്പിക്കാതെ കളഞ്ഞ് പിന്നെ എൻ്റെ ഉത്തരവ് മില്ലി കിടന്നാന്നും പറഞ്ഞ് പിന്നാണ് ഇവർ കമ്മിറ്റി വിളിച്ച് ഇവിടെ വരുന്നു. ഇവിടെ വന്ന് തടി ഇറക്കാനെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് പിന്നെ തടി ഇറത്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് തടി ഇട്ടിട്ട് ഇവർ നേരെ നോക്കാൻ അറിയിപ്പിക്കാനും പോയി 1 മാസം കഴിഞ്ഞു. തടി കിടക്കുക 1 മാസം നേരെ നോക്കിയിട്ട് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും നിർബന്ധപ്രകാരം ഞാൻ അവിടെ പോയിട്ടാണ് നേരെ നോക്കി ഇവിടെ അഡ്വാൻസ്. ഇവരെ പൈസ ഇല്ല, ഇവർ പൈസ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയും. മറ്റേ പുള്ളി കയ്യിൽ നിന്ന് പഠിക്കുക ഇവരിങ്ങനെ അങ്ങനെ പറയുന്നത്. പിന്നെ 4 മാസമുള്ളൂ 28 ഈ 4 മാസത്തിൽ നമ്പര് 3 ദിവസം ഇരിക്കല്ലോ എല്ലാ കരക്കാരും. എന്നിട്ട് അത് ഈ പണി തല കൊണ്ടുവരുമ്പോൾ എന്നൊരു 10-20 പേര് കാറേ വരും, ഏതാക്കാൻ പറ്റിയാലും പിള്ളേർ സെറ്റുമല്ലോ. അവർ കണ്ട് പെയിന്റ് അടിക്കുന്നവരും വരും, തലവേസി വരും. ഈ കൊണ്ടുപോകുന്നവൻ വരെ ഒന്നിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നോണ്ടിരിക്കും. അവർ ഗവൺമെന്റ് പേപ്പർ ഇടുന്നു, ഇപ്പോൾ തടിക്ക് വല്ലതും കുഴപ്പമുണ്ട് അവർക്ക് കണ്ടുപിടിക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. പേപ്പർ ഇടുന്നു, പെയിന്റ് അടിക്കാൻ നോക്കുമ്പോൾ പിള്ളേരുണ്ട് ഈ 10-28 പേര് ഒന്നും തീരാറായപ്പോഴത്തേക്ക് 5-6 കാറല്ല ആൾക്കാർ ഇവിടെ വരുന്നത്. എങ്ങനെയും തീർന്നു കിട്ടണം, കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിൽ. അത് ശിവരാത്രിക്കുള്ള 5 സെറ്റ് തയ്യൽ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ പിള്ളേർ മൊത്തം ഉണ്ട് പേപ്പർ ഇടാനും. അവർ ഒരു ആഘോഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ട് ഇതെങ്ങനെയും കൊടുത്തു സന്തോഷമായിട്ട് കൊടുത്തുകൊണ്ട് നല്ലൊരു നമ്മളെ പണി. അങ്ങനെ ഇതെല്ലാം പേപ്പർ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയെ കയറ്റി വെക്കുന്നു, കൊണ്ടുപോകുന്നതും ക്രൈം വെച്ച വണ്ടിയെ കയറ്റി വെച്ചതൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഓച്ചറ വെച്ച് കാള തലയിറക്കി കഴിഞ്ഞിട്ട് അവിടെ ഈ കാള കെട്ടിയതിന്റെ കിഴക്കപ്പുറത്ത് തമ്പിയുടെ പുള്ളി മരി അറ്റാക്ക് വരയ്ക്കുക. പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് പോർച്ചിൽ കൊണ്ടുവച്ചു ചാക്കിട്ട്. എന്നിട്ട് ഈ പോർച്ചും സിറ്റ് തറയായിട്ട് ശകല വിറ്റുള്ളൂ. അവിടെ തുലാമാസത്തിൽ മഴ വന്നാൽ ഈ പോർച്ചിനകത്ത് വെള്ളം കയറും. ഈ അവർ ഷെഡ് ഉണ്ടാക്കാന്ന് ഈ മഴക്കര സോമന്റെ വീട്ടിൽ ഷെഡ് ഉണ്ടാക്കാന്ന് 3 മാസം ഈ ചാക്കിന് പുറത്തിരുന്നു. അപ്പോഴെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഷെഡിന്റെ തല എടുക്കാൻ ചെന്നപ്പോൾ ഇത് മൊത്തം അടിവശം ചാക്ക് മൊത്തം കൂണ് പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ തല. അപ്പോഴേ ഈ തലയുടെ അടിവശം പോയി. അപ്പൊ ആ വീടുകളിൽ കാണുന്നിടത്തല്ല നേരത്തെ അല്ല അവിടെ ഇരിക്കോ. അവിടുന്ന് ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇതുപോലൊരു ഷെഡാ. 3 ദിവസം മറവില്ല. അടിയിൽ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. 3 മാസത്തോടെ ഇങ്ങനെ ഇതിനകത്ത് കയറുമ്പോൾ തല ഒരടി പൊക്കത്തിൽ ചെറിയൊരു സ്റ്റാൻഡ് ചാരി വെച്ചേക്കോ. ഈ 1 മാസത്തോട്ട് ഞാൻ അവിടെ കഴിഞ്ഞ വർഷത്തോട്ട് അങ്ങനെ വെക്കുന്നേ. എന്നെ ഇവർ വിളിച്ചു. എന്നെ ഐക്യശ്ശേരിയിൽ എന്ന് പറയും ഒരു മുതലാളി ഉണ്ട് അവിടെ. പുള്ളി ഇതന്നെ ഞങ്ങളെ കമ്പനിയാണ്. പുള്ളി എന്നോട് പ്രതി കഴിഞ്ഞോട്ട് തല നമുക്കൊന്നും ആരും നോക്കുന്നില്ല, ഇരിപ്പുണ്ട് 28 നമ്മൾ ആറ് കണ്ട കരക്കായ വലിയ കൊല്ലത്തിൽ നിന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പം മൊത്തം കൂണ് വിളിച്ച് ഈർപ്പം എൻ്റെ പാടം മുങ്ങും വെള്ളാനകത്ത് അടിയിലെ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ശകല 2 ഇഞ്ച് പൊങ്ങിയ തലയിരിക്കുന്നത്. അവിടുത്തെ അമ്മ ഈ സോമ അനക്കല സോമണ്ടാൻ പറഞ്ഞ് എൻ്റെ മോനെ ഇത് വെള്ളം ഒഴുകി കാറ്റും പിടിച്ച് ഉള്ള പട്ടും വെള്ളം അങ്ങ് മൊത്തം പോയി വെത്തിട്ടിരുന്നത്. അത് മൊത്തം നൂടിൽ പ്ലാഞ്ചോട്ടി കിടക്കുന്നു. കൂണൊക്കെ പിടിച്ചിട്ട് വെള്ളം ഒഴുകുക, ബക്കറ്റിൽ കൂടെ വെള്ളം ഒഴുകുക. ഞാൻ എന്നിട്ട് അത് മൊത്തം കാണിച്ചു. നമുക്ക് അങ്ങോട്ട് എടുക്കാം ചിലത് വില ഇതെല്ലാം നമുക്ക് കയറാൻ ഒക്കത്തില്ല. പിന്നെ അവർ അമ്മ ഒരു ചൂല് വന്ന് അതൊക്കെ തട്ടി ഒരു കയറിയിട്ട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യും, ഞാനിവിടെ വെച്ച് തൈര് മേടിച്ച് കൈ വെക്കും, നമുക്ക് എന്നിട്ട് ഒന്ന് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് വല്ല പോകുന്നുണ്ട് പെയിന്റ് ഏതാ പിന്നെ മണ്ണ് ഏതാൻ അറിയത്തില്ല, കാറ്റ് പിടിച്ച് കയറിയിരിക്കുക. അങ്ങനെ നമ്മൾ പോന്നു കഴിഞ്ഞ് 3-4 ദിവസത്തേക്ക് മുമ്പേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് തല പെയിന്റ് അടിക്കണം എങ്ങനെ അത്ര. ഞാൻ പറഞ്ഞു പുതിയ നമ്പർ ആണല്ലോ അവർ. അത് ഞങ്ങൾ കഴിഞ്ഞ നമ്പറത്തെ സെക്രട്ടറി അവരിക്കുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ തല പെയിന്റ് അടിക്കണം, തല 25,000 രൂപ മെയിൻ്റനൻസ് എല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മളനുസരിച്ച പൈസ മതി. ഒരു കാര്യം ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. ഞാനിവിടുന്ന് അന്നേരം പറഞ്ഞു ഞാനത് കൊച്ചുമുറി വരുന്നുണ്ട്, പണിക്കാറുണ്ട്, ഞാൻ 4 മണിയാകുമ്പോഴത്തെ അവിടെ വരും എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെന്നാൽ വരാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ ഇമാർ അതിന് മുമ്പ് വേറെ ഒരു 3 പെയിന്റിംഗ് ഉണ്ട്. ഈഗൻ വിഷ്ണു ഒക്കെ പറയും നമ്മുടെ പെയിന്റിന്റെ പിള്ളേർ സെറ്റിനെ വിളിച്ചിട്ട് അവരെയാണോ പിന്നെ വൈക്കുഴി ഷിബുവിന്റെ ആണോ ആരണ്ടേ കുറെ പിള്ളേരുണ്ട് വട്ടക്കാട്ടൊക്കെ ഉള്ള അമ്മാരെ വിളിച്ച് ഇതെല്ലാം വേസ്റ്റിലെല്ലാം കിട്ടി. ഇമാരെന്തോ ഈ നീരി പോലെ ഇരിക്കുന്ന എല്ലാം സ്കൂട്ടർ വരച്ച് കുത്തിയെ കളക്കി പിള്ളേർ സെറ്റില്ല അവിടെ ഇരുന്നുണ്ട്. സൈഡ് മൊത്തം കുത്തി ഇളക്കി വെച്ചിട്ട് ഇമാർ വന്നപ്പോഴത്തെ അവിടെ ഇവിടെ എല്ലാം കണ്ണിനോടെ
മൊത്തം ഇല്ല ഇച്ചിരി ഉറപ്പുള്ളത് ഇവന്മാർ കൂട്ടർ വെച്ച് ജോയിന്റ് പീസെല്ലാം കുത്തി ഇളക്കി കളഞ്ഞു. അത് വെച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇവന്മാർ വീഡിയോ ഒക്കെ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വിളിച്ചാൽ അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് അവന് യൂട്യൂബിൽ പരിപാടിയൊക്കെ എടുത്തത് പട്ടിയുടെ കുറേ വീഡിയോസ് ഇട്ടൊക്കെ പ്രയാറുള്ളൊരു പാർട്ടി ഇവനെ അവിടെ വന്ന് താമസിക്കും ഈ ഇട്ട പാർട്ടി. ഞാൻ പറഞ്ഞു ഇതിനെന്താ പരിഹാരം കാണും? ഞാൻ പറഞ്ഞു ഞാനൊരു പരിഹാരം കാണത്തില്ല. നിങ്ങൾ തടി വന്നില്ല. ആദ്യമേ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തടി വന്നില്ലല്ലോ. ഞാനിത് കഴിഞ്ഞ വർഷം തലയിറക്കി അത്രയും കാളെ അയച്ച് 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഈ ഉരുപ്പടി ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയ പാർട്ടിയാണ്. ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെയോട് നിങ്ങൾ സഹകരിക്കുന്ന ഇവിടെ പിള്ളേരെ കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞു ഉരുപ്പടി സഹകരിക്കത്തില്ല. അത് പറ്റത്തില്ല. എങ്ങനെ? ഞാൻ പറഞ്ഞു നടക്കത്തില്ല. നിങ്ങൾ എന്താ പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ വർഷം വന്നു ഈ തടി പേറിയെന്ന് കാരണം ഇത് ഞാൻ കഴിഞ്ഞ ഇവിടുത്തെ അമ്മയോട് വെച്ചാൽ മതി. കഴിഞ്ഞ മാസം വന്നപ്പോൾ തൊട്ട് വെള്ളത്തിൽ കിടക്കുക സാധനം. ഒരു വർഷം തൊട്ട് നോക്കാതെ ഇട്ടേക്കും തടി വൈകൃപ്പം പഠിച്ച് വെള്ളം കഴിക്കുന്ന സാധനത്തിൽ നമ്മൾ ഉത്തരവാദിത്വം പഠിക്കും. നിങ്ങൾ വന്നടിയാണ് ഞങ്ങൾ ഉത്തരവാദിത്തം വഹിക്കാറ്. നിങ്ങൾ കൊണ്ടിട്ട് അടിയാ നമ്മുടെ വീട്ടിൽ മില്ലി കിടന്ന് 2.5 മാസം ഇതെല്ലാവരോട് പറഞ്ഞു. 2.5 മാസം ആ വീടിക്കത്തുണ്ട് 2.5 മാസം മില്ലി കിടന്ന് അടിയാറ് വെള്ളം നിങ്ങളുടെ കാലെ പിടിച്ചിട്ടില്ലേ വന്നടിയത്തെ. ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കത്തില്ല ഉള്ള സോഷ്യൽ മീഡിയക്ക് മൊത്തം കൂടെ. അപ്പോൾ മറ്റേ പിടിച്ചു വെച്ചേക്കോ. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്കാതിരിക്കും. നമുക്കുള്ള ചിലപ്പോൾ കട്ടളയിലോ ഉരുപ്പഴി ഫർണിച്ചറോ ഞങ്ങൾ എന്തെങ്കിലും താളപ്പള പണി ഞങ്ങൾ നിർത്താൻ പോകും. എന്തെങ്കിലും പണി ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അടുപ്പഴി അറിയാമല്ലോ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന. അവര് അന്ന് രാത്രി യൂട്യൂബിലിട്ടു. പിന്നെ പ്രതികരണമായി പിറ്റേ ദിവസം ഇവിടെ പ്രൊഫസർ നിങ്ങളും റിപ്പോർട്ട് വന്നു. അങ്ങനെ രണ്ടെങ്കിലും പറയാതെ അവർ റിപ്പോർട്ട് വന്നു. നമ്മൾ തിരിച്ച് പ്രതികരിച്ചു. ഇത്രയുള്ള സംഭവം അതിനകത്ത്. ഞാൻ നൂറാട് പടവലം പരമ്പര ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്. നൂറാട് എന്ന് പറയുന്ന നന്ദികേശ പൈതൃക ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ഇങ്ങനെയുള്ള കലാകാരന്മാരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയും പ്രവണതയും മുന്നോട്ട് വെക്കുന്നത് അത് ഉചിതമല്ല എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ 16 കരകളിലുള്ള നന്ദികേശന്മാരിൽ ഏറ്റവും കൂടുതൽ ഈ വിജയൻ മേശ്ശേരിയുടെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും ഈ വിഷ്ണുവിൻ്റെയും പ്രദീപിൻ്റെയും ഒക്കെ കര വിരുതാൽ തീർത്ത കെട്ടുത്സവങ്ങളാണ്. അത് ഇപ്പോഴും ഒരു കേടും കൂടാതെ ഭംഗിയോടുകൂടി തന്നെ എടപ്പോൺ കര അടക്കമുള്ള കരകളിൽ വിജയൻ ആശാരിയും അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണുവും വിജയനാശാരിയുടെ പിതാവും എല്ലാം നിർമ്മിച്ച നന്ദികേശന്മാരാണ് ഇപ്പോഴും നൂറാട് പടവലം പരമ്പര ക്ഷേത്രത്തിലെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു കുടുംബത്തെയോ അതല്ലെങ്കിൽ ഒരു ദേശത്തെയോ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ഉചിതമല്ല എന്നുള്ളതാണ്. ഇത് ഒരു പക്ഷേങ്കിൽ അവരുടെ സൂക്ഷ്മതക്കുറവുകൊണ്ടായിരിക്കാം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിൽ കൂടെയുള്ള പ്രതികരണം ഉണ്ടാകാവൂ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഞാൻ PB ഉത്തമൻ, പടവലം ക്ഷേത്ര ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പുതുപ്പള്ളി കുന്നംകരയുടെ പുതിയ നന്ദികേശ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയാണ്. വിഷ്ണു എന്ന് പറയുന്നത് നമുക്കറിയാം. നൂർനാടിൻ്റെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വിഷ്ണു പാരമ്പര്യമായി നന്ദികേശ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ അതിപ്പോൾ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ശ്രീ വിഷ്ണു. വിജയൻ മേശ്ശേരിയുടെ മകനാണ്. നൂർനാട് മാത്രമല്ല വലിയ തിരുവിതാംകൂറിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ നന്ദികേശ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത അറിയാവില്ലേ. ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് നന്ദികേശ ശില്പ പൈതൃക ഗ്രാമമാണ്. സംസ്ഥാന സർക്കാർ അത് നന്ദികേശ ശില്പ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഇത്ര മനോഹരമായ ദൈവീകമുള്ള ഇത്തരം ശില്പികളുള്ളത് കൊണ്ടാണ് ഈ നന്ദികേശ ശില്പ പൈതൃക ഗ്രാമമായി ഞങ്ങളുടെ ഗ്രാമത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ കലാവിരുത് കൊണ്ടും കൈവിരുത് കൊണ്ടും അവരുടെ കുടുംബക്കാർ ഈ മേഖലയിൽ വളരെ സജീവമാണ്. നൂറാട് പടവലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ധാരാളം കലകളിലെ കെട്ടുത്സവങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ശ്രീ വിഷ്ണുവാണ്. വിഷ്ണുവോടൊപ്പം ശ്രീ പ്രദീപ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവും കൂടിയായിട്ടുള്ള പ്രദീപാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ്, വിഷ്ണു ആശാരിയും പ്രദീപ് മേശ്ശേരിയും കൂടിയാണ് നിർമ്മാണം നടത്തുന്നത്. അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചും നൂറാണ്ടെ സംബന്ധിച്ചും ഈ മേഖലയിൽ സജീവ സാന്നിധ്യമാണ്. അവരെ സംബന്ധിച്ച് വിശ്വാസമാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ കര വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതിന് ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മേശ്ശേരിയാണ് ശ്രീ വിഷ്ണു. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ അനാവശ്യമായ അപവാദ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റ് ലക്ഷ്യങ്ങൾ നിലനിർത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ വിഷയമില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ നിർമ്മാണം നല്ല ഭംഗിയായി മുന്നോട്ട് പോകുന്നതിന് പരബ്രഹ്മത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഒരു സോഷ്യൽ മീഡിയയിലെ വീഡിയോയിലൂടെ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ ശില്പികളായ വിഷ്ണുവിനും പ്രദീപിനും പറയാനുള്ളതും നമ്മൾ അറിഞ്ഞു. ഇതിൽ ന്യായം 6 ഭാഗത്താണ്, തെറ്റ് 6 ഭാഗത്താണ് എന്നുള്ളത് ഇനി നിങ്ങൾ തീരുമാനിക്കും.